വ്യാപരിച്ച മേഖലകൾ. ഇപ്പോൾ അദ്ദേഹം ഒരേ സമയം നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, മാധ്യമപ്രവർത്തകരാണ്, പത്രാധിപരാണ്, ചലച്ചിത്ര സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നാടകരചയിതാവാണ്, ബാലസാഹിത്യകാരനാണ്, ഗാനരചയിതാവാണ്, അതുപോലെ യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും എഴുതിയിട്ടുണ്ട്. കവിത എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖമായി പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളത്. അതുമാത്രമാണ് പക്ഷേ അപ്പോഴും അദ്ദേഹം സിനിമയിൽ പാട്ടെഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം തുടർന്നു പോയില്ല എന്ന് മാത്രം. അത്യാവശ്യ ഘട്ടങ്ങളിൽ അതും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരേപോലെ വ്യാപരിക്കുകയും അതിലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത, ആദരവോടെ അത്ഭുതത്തോടെ മലയാളി നോക്കിക്കണ്ട രണ്ടക്ഷരമാണ് എം ടി വാസുദേവൻ നായർ. എം ടി എന്നത് നമ്മളുടെ ജീവിതം. ഇപ്പം നേരത്തെ ആലങ്കോട് ലീലാക്ഷൻ പറയുകയായിരുന്നു, ആത്മഹത്യക്ക് മുതിർന്ന ഒരാൾ എം ഡിയുടെ കഥ വായിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ വന്ന അനുഭവം അതുണ്ട് എന്നുള്ള. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഉത്തമമായ സാഹിത്യകൃതികൾ നമ്മളുടെ മനസ്സിനെ വിമലീകരിക്കുമെന്നത്. അങ്ങനെ മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്ന കൃതികൾ എഴുതുകയും അത്തരം സാഹിത്യ സൃഷ്ടികൾ നടത്തുകയും അത് തുടർച്ചയായി വായിച്ച് മനുഷ്യൻ മാറിയ എത്രയോ ചരിത്രം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞതുപോലെ മലയാളത്തിലല്ല മറ്റേതെങ്കിലും ഭാഷയിലായിരുന്നെങ്കിൽ, പാശ്ചാത്യ ഭാഷയിലായിരുന്നെങ്കിൽ നോബൽ സമ്മാനം അദ്ദേഹത്തിന് ഉറപ്പായും കിട്ടുമായിരുന്നു എന്നപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തെ ഭാഷയായി മലയാളം ചുരുങ്ങി എന്നതുകൊണ്ട് മാത്രമാണ് എം ടി വാസുദേവൻ നായർ ഒരു വിശ്വസാഹിത്യകാരൻ എന്ന നിലയിൽ ഒരു നൊബേൽ സാഹിത്യത്തിനുള്ള നൊബേൽ അദ്ദേഹത്തിന് ലഭിക്കാതെ പോയതെന്ന്. അങ്ങനെ എം ടിയെ പറ്റി പറയുന്നവരുടെയൊക്കെ മനസ്സിലെ കടലിരമ്പം നമുക്ക് കേൾക്കാം. അദ്ദേഹത്തെ ഓർക്കുന്നവരുടെ മനസ്സിലെ കടലിരമ്പം നമുക്ക് കേൾക്കാം. മലയാളി ഒരു പക്ഷേ ഇത്രത്തോളം വൈകാരികമായി ഒരു സാഹിത്യകാരനെ സ്നേഹിച്ചിട്ടുണ്ടോ, അദ്ദേഹവുമായി ആശയ സംവാദം നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നൂറുകണക്കിന് എഴുത്തുകാരെ നമ്മളുടെ ജീവിതത്തിലൂടെ അവരുടെ കൃതികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ കടന്നു പോകുമ്പോഴും എം ടി വാസുദേവൻ നായർ എന്നത് നമ്മളുടെ ഒരു വൈകാരിക ബന്ധമാണ്. അത് പല തലങ്ങളിൽ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ജീവിതാനുഭവങ്ങളിലൂടെ എഴുത്തുകാരനായ ഒരാളാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ നാട് അദ്ദേഹത്തിന് നൽകിയ കഥാപാത്രങ്ങൾ, ഇപ്പോൾ വേലായുധനും കുട്ടിയിടത്തിയും അങ്ങനെ മഞ്ഞിലെ വിമലയും അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ. ഇപ്പോൾ സേതു നടന്ന വഴികളിലൂടെ നടന്ന എത്രയോ ചെറുപ്പക്കാരെ നമുക്കൊരു കാലത്തറിയാം. പാടവരമ്പിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പാടവരമ്പിലൂടെ സേതുവിനെ പോലെ നടന്നു എന്ന് പറയുന്ന ഒരു തലമുറയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മരങ്ങൾ, പുൽമേടുകൾ, അല്ലെങ്കിൽ മലകൾ, മുളങ്കൂട്ടങ്ങളൊക്കെയാണ് എനിക്ക് കഥാപാത്രങ്ങളെ തന്നിട്ടുള്ളത്. ഇനിയും അവിടെ കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് എം ടി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പത്രാധിപർ എന്ന നിലയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, സാഹിത്യ മാധ്യമ പ്രവർത്തനം എന്ന ആ ശാഖയ്ക്ക് പുതുജീവൻ നൽകുകയും അതിനെ അങ്ങനെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ കൂടി, ഒരു പത്രാധിപർ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഏതൊക്കെ മേഖലകളിൽ കൈവച്ചിട്ടുണ്ടോ, അതിലിടപെട്ടിട്ടുണ്ടോ, അതിലൊക്കെ അത്ഭുതങ്ങളായിരുന്നു അദ്ദേഹം നൽകിയത്. ഇപ്പോൾ ചലച്ചിത്ര സംവിധായകൻ, ഇപ്പോൾ ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യം, അത് തന്നെയും ആ കാലത്ത് തന്നെയല്ല എത്രയോ കാലങ്ങളിൽ വലിയ ചർച്ച, ഇതിപ്പോഴും അത് വലിയ ചർച്ചയാകുകയാണ്. പലപ്പോഴും നിർമാല്യം നമ്മളുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോഴും ഈ കാലത്ത് പോലും ചർച്ചയാകുന്നുണ്ട്. അതിന് തന്നെ അത് തന്നെ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആദ്യ ചലച്ചിത്രം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കൃതികൾ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം നോക്കിയാൽ അറിയാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി കാലം മുതൽ ഇങ്ങനെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ എഴുത്തിങ്ങനെ അനുസ്യൂതം മുന്നോട്ട് പോവുകയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ജീവിതം നല്ലൊരു പ്രാസംഗികനായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്നത് വിവരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തനത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ദീർഘമായ പ്രസംഗങ്ങളുണ്ട്. ഒരിക്കൽ മലയാള ഭാഷാ വാരാചരണത്തിൻ്റെ ഭാഗമായി സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ കൊച്ചിയിലെ ഒരു പരിപാടിയിൽ അദ്ദേഹം നടത്തിയ ദീർഘമായ പ്രസംഗം ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ഏറ്റവും ഗാംഭീര്യമുള്ള പ്രസംഗങ്ങളായി പിന്നീട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഭാഷ, സാഹിത്യം എങ്ങനെയാണ് ഒരു പ്രാദേശിക ഭാഷ വിശ്വ സാഹിത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിൻ്റെ വളർച്ച, അതിലേക്ക് പുതിയ വാക്കുകൾ, പുതിയ പദാവലികൾ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്,
അത് ചുരുങ്ങിപ്പോകാതെ എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് കേരളപ്പിറവി ദിനത്തിൽ അദ്ദേഹം മഹാകവി ജി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഒരു പ്രസംഗം, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെയും ആ പ്രസംഗ പരമ്പരയിൽ ആദ്യത്തെ പ്രസംഗം അദ്ദേഹത്തിൻ്റെതായിരുന്നു. ആ സമയത്ത് ഒരു പക്ഷേ 10 വർഷം മുമ്പായിരിക്കാം. അതൊരു അക്കാലത്ത് തന്നെയല്ല, പിന്നീടും മലയാളത്തിൽ പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളതാണ്. സാഹിത്യ പരിഷത്തിലെ MD വാസുദേവൻ നായരുടെ പ്രസംഗം വന്നു, ദീർഘമായ ഒരു പ്രസംഗമായിരുന്നു. അങ്ങനെ ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ അത് ഒരു പക്ഷേ സുമാർ അഴീക്കോട് മാഷിൻ്റെ പോലെ അങ്ങനെ ആ തരത്തിൽ ഗാംഭീര്യമുള്ളതല്ല. പക്ഷേ വിവരങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും MD വാസുദേവൻ നായർ സാറിൻ്റെ ഒരു പ്രസംഗം. അത് കേൾക്കാൻ പോകുന്നയാൾക്ക് ആ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ആ കേൾവിക്കാരൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ നൂറ് വിവരങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് MD വാസുദേവൻ നായരുടെ ഒരു പ്രസംഗം നമ്മൾ കേട്ട് പോരുമ്പോൾ. ആ പ്രസംഗത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുമാർ അഴീക്കോട് മാഷിനെ പോലെ അദ്ദേഹം ആ തരത്തിലുള്ള ഗാംഭീര്യമായിരിക്കില്ല അതിനുണ്ടാകുന്നത്. അത് പതിയെ തുടങ്ങി ഒരു വലിയ പ്രസംഗം, മണിക്കൂറുകളോളം അദ്ദേഹത്തിൻ്റെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മണിക്കൂറുകളോളം അദ്ദേഹം പ്രസംഗവേദിയിൽ ഉണ്ടാകുമായിരുന്നു. അത് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം തുടർച്ചയായ ആ സദസ്സിനെ ആ പ്രസംഗത്തിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം വിവരങ്ങൾ കൊണ്ട് സമ്പന്നമായ പ്രസംഗം നടത്തുകയും ചെയ്യുമായിരുന്നു.